ഹലോ ഗൈസ്, പുതിയ വരവാട്ടോ ഒരു സൺഡേ കമൻറ്റ് തോളി. അപ്പം ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ശേഷമുള്ള ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. അപ്പം മുടി ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കണം. അപ്പം നമുക്ക് പോയിട്ട് എന്തായാലും ഫസ്റ്റ് കുളിക്കാം. അപ്പോഴാണ് ഗൈസ് ഞാൻ ആലോചിക്കുന്നത് ഏത് ഡ്രസ്സ് ഇടും നമ്മൾ ഏതെങ്കിലും ഒക്കെ. പിന്നെ ഞാൻ എണ്ണ തേക്കാൻ പോയി. എണ്ണ തേച്ചില്ലെങ്കിൽ എൻ്റെ മുടി ഭയങ്കര സീനാണ്, ഭയങ്കര ഡ്രൈ ആയിട്ട് എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. കുളിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ എണ്ണയിടലാണ്. അപ്പം നല്ല സോഫ്റ്റാവും. പിന്നെ ഞാൻ കുളിച്ചൊക്കെ വന്ന് എൻ്റെ കുറച്ച് നേരം ഫോൺ നോക്കി നിൽക്കും. പിന്നെ ഇതേ നമ്മൾ കുളിച്ച് തന്നെ നമ്മൾ കുറച്ച് സുന്ദരിയൊക്കെ ആവണം, അതൊക്കെയല്ലേ രസം. അപ്പോൾ ഞാൻ മുടിയൊക്കെ വലിച്ച് കെട്ടി, പിന്നെ ഒരു ഗെയിൻ ഫ്ലവർ ക്ലിപ്പ് കുത്തി, പിന്നെ ഒരു ട്രയാങ്കിൾ വളയിട്ടു, അങ്ങനെ കുറച്ച് സെറ്റാക്കി. പിന്നെ ഞാൻ ഐലൈനർ എഴുതി. ഞാൻ പുറത്ത് പോകുമ്പം നല്ല വാട്ടർ പ്രൂഫ് സെറ്റ് ഐലൈനറും ഇവിടെ നിന്ന് നല്ല ലോക്കൽ ഐലൈനറും എഴുതും, അതല്ലേ ഒരു ബുദ്ധി. പിന്നെ ഞാൻ സ്പ്രേ അടിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കമ്മലിട്ടിരുന്നു. പിന്നെ ഞാൻ ഒരു ലിപ്സ്റ്റിക്ക് എടുത്തിട്ടു. ലിപ്സ്റ്റിക്ക് ചെറുതായിട്ട് ഡാർക്കായി പോയോ എന്നൊരു ഡൗട്ട്. കുഴപ്പമില്ല, ആരും കാണാൻ പോകുന്നില്ലല്ലോ, എന്തായാലും കുഴപ്പമില്ല. അല്ലോ, നിങ്ങളെ വിട്ട് ഞാൻ പോവില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ തിരിച്ചു വന്നു. പിന്നെ ഉപ്പച്ചി ഫുഡ് കഴിക്കാൻ വിളിച്ചു. അതാണ് ഞാൻ ഇപ്പോൾ വരാമെന്നൊക്കെ പറയുന്നത്. പിന്നെ തന്നെ ഫുഡ് കഴിച്ചു. നല്ല അടിപൊളി ഷവായി മന്തിയിരുന്നു, അതായിരുന്നു ഞാൻ കഴിച്ചിരുന്നത്. ഇടയ്ക്ക് നമ്മളിങ്ങനെ വാങ്ങണം, സൺഡേയും അല്ലേ. ഇപ്പം ഞങ്ങൾ വാങ്ങിച്ചു. പിന്നെ ഞാൻ മുട്ടിൽ ടൗണിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു, ബേക്കറി ഐറ്റംസ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ ഞാൻ മുട്ടിൽ ടൗണിൽ നിന്ന് ഒരു ചെരുപ്പ് വാങ്ങിച്ചിരുന്നു. ചെരുപ്പ് പൊട്ടിപ്പോയപ്പോൾ ഞാൻ ചെരുപ്പ് വാങ്ങിച്ചു. ഈ ചെരുപ്പ് ഇഷ്ടമായാൽ എന്തായാലും കമൻറ്റ് ചെയ്തോളിട്ടോ. എനിക്ക് പേഴ്സണലി എൻ്റെ ഫാമിലിക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാനിത് ബ്രഷ് ചെയ്തു. ബ്രഷ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ എക്സ്പ്രഷൻസൊക്കെ ഇടണം. പിന്നെ എന്നെപ്പോലെ ആരെങ്കിലും ഇങ്ങനെ ഈ ഊരയ്ക്ക് പിടിച്ചിട്ട് ബ്രഷ് ചെയ്യുന്നവരുണ്ടോ? ഞാൻ എപ്പോഴും ഇങ്ങനെ എനിക്ക് പറ്റില്ല വിചാരിച്ചാലും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും ഇങ്ങനെയൊക്കെ വീഡിയോസൊക്കെ എടുക്കുമ്പോഴായിരിക്കും എനിക്കത് മനസ്സിലാവും. ഇതുവരെ എനിക്കത് മനസ്സിലാവില്ല. നമുക്ക് നല്ലോണം ബ്രഷ് ചെയ്ത് പല്ലിനെ വിളപ്പിക്കാം. പിന്നെ കുലിക്കുഴിയുന്നതിലും, അതായത് വെള്ളം കുപ്പിളിച്ച് വെക്കുന്നതിലും ഉണ്ട് വെളുക്കൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉണ്ടാകുമായിരിക്കും, ആർക്കറിയാം. പിന്നെ നല്ല വൃത്തിക്ക് എല്ലാം കഴുകി നമ്മൾ നല്ല അതൊക്കെ മൂടി അവിടെ വെച്ചു. അപ്പോൾ ഈ പണിയായിരുന്നു ഓക്കെ. പിന്നെ എൻ്റെ താത്തിനെ വെറുപ്പിക്കുകയാണ്, ഒന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് നിസ്കരിക്കാണ്ട് ഞാൻ പിന്നെ പോയിട്ട് നിസ്കരിച്ചു. അപ്പോൾ പിന്നെ ഞാൻ ഉറങ്ങാനായി. അപ്പം ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട്, ലിപ്സ്റ്റിക് അല്ല, ലിപ് ബാം ഇട്ടു. ലിപ് ബാം എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചുണ്ട് ഡ്രൈ ആവില്ല. അറിയാമല്ലോ എല്ലാവർക്കും ലിപ് ബാം യൂസ്. അപ്പം ഞാനിങ്ങനെ ഡെയിലി രാത്രിയിട്ട് ചുണ്ടിങ്ങനെ ഇങ്ങനെ ആക്കും കുറച്ച് നേരം. അപ്പം തന്നെ ഞാൻ പോയി കിടക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു ഫോർ സപ്പോർട്ട്. ലവ് യു, നെക്സ്റ്റ്.